ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ ശ്രീ വിനോദ് മേക്കോത്ത് കൂടി ചേരുകയാണ്. ശ്രീ വിനോദ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ധർമ്മസ്ഥലയിൽ പോലീസിന്റെ ഒരു മെല്ലെപ്പോക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ഡി ഗ്യാങ്ങിന്റെ പ്രവർത്തനവും ഒക്കെ, അതും അതിനെക്കുറിച്ചുള്ള നേരത്തെ ഉണ്ടായിരുന്ന പരാതികളും ആ പേടിയും ഒക്കെ ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളികളുടെ ഈ വെളിപ്പെടുത്തലിന് ശേഷം അത് ശരിയാണ് എന്നുള്ള തോന്നലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ലേ? അതോ പോലീസിന് തന്നെ ഒത്താശ ഇക്കാര്യത്തിൽ ഉള്ളത് കൊണ്ട് ഇതിപ്പോൾ മൂടപ്പെട്ട് പോവുകയാണോ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഞാനിതിനെ കാണുന്നത് പ്രധാനമായും നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനം എന്നുള്ള നിലയിൽ അവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ, ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തീർത്ഥാടന കേന്ദ്രവും അതിനെ ചുറ്റിപ്പറ്റിയും ഉള്ള നേരത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന വളരെ ദിവ്യമായ, പവിത്രമായ ഒരു ഇമേജ് ആ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വല്ലാതെ തകർന്നു പോയിട്ടുള്ള ഒരു വേദനാജനകമായ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ളത്. അതിലുപരിയായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കേണ്ട സംവിധാനങ്ങൾ, അതിൽ ആ സംവിധാനങ്ങളുടെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി എന്ന് തന്നെ പറയാവുന്ന നിസ്സംഗതയോ അല്ലെങ്കിൽ ഇത് കണ്ടില്ലെന്ന് നടിക്കലോ, ഇങ്ങനെ തുടങ്ങുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മസിൽ പവറിന് മുമ്പിൽ, മണി പവറിന് മുമ്പിൽ ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു സിസ്റ്റത്തെയോ ആണ് നമ്മൾ കാണുന്നത്. അതിൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഞാനിപ്പോൾ താങ്കൾ എന്നെ വിശേഷിപ്പിച്ചത് മാധ്യമപ്രവർത്തകൻ എന്നാണല്ലോ, താങ്കളും മാധ്യമ പ്രവർത്തകനാണ്. മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ദ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന സാധാരണക്കാരന്റെ നാവായി മാറേണ്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ, കർണാടകയിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടുന്നതിന് ഭയപ്പെടുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഈ വിഷയം തന്നെ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങൾ, മലയാളത്തിലെ ന്യൂസ് 18 പോലുള്ള അപൂർവം ചാനലുകൾ ഈ വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സിസ്റ്റത്തിന്റെ ബാക്കിയുള്ള എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ തന്നെ ഇവിടെ മാധ്യമങ്ങളെ വായ്മൂടിക്കെട്ടുന്നതിന് വേണ്ടി, ഭീഷണിപ്പെടുത്തി അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വല്ലാതെ നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഈ വാർത്ത പുറത്തുവിട്ട യൂട്യൂബർമാരെ ബ്ലോക്ക് ചെയ്യുകയോ അവരിട്ട വീഡിയോസ് എറേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം, ഭീഷണി ചെലുത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മേലെ ഇപ്പോ സമീർ അബ്ദി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ 23 മിനിറ്റ് 52 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ പുറത്തുവിടുന്നതോടുകൂടിയാണ് ഇത് ലോകം മുഴുവൻ അറിയുന്നത്. കോടിക്കണക്കിന് ആളുകൾ കണ്ടു. ആ വീഡിയോ നിർബന്ധിച്ച് അയാളെ കൊണ്ട് എറേസ് ചെയ്യിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന സംഘങ്ങൾക്ക്, ഗുണ്ടാ സംഘങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രവുമല്ല, അയാൾക്കെതിരെ സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല എന്ന് കാണാൻ കഴിയില്ല. സിസ്റ്റം പ്രവർത്തിക്കുന്നു. എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ഈ സമീർ അബ്ദുക്കെതിരായി അവിടെ വളരെ കൃത്യമായി അയാൾ മത സ്പർദ്ധ വളർത്തിക്കൊണ്ട് കലാപത്തിന് ബോധപൂർവമല്ലാതെ ശ്രമം നടത്തി എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു, FIR ഇട്ടിരിക്കുന്നു. അപ്പൊ സിസ്റ്റം പ്രവർത്തിക്കായികയല്ല എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. സിസ്റ്റം തികച്ചും പക്ഷപാതപരമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ വിധേയത്വത്തോടു കൂടി ഈ പറയുന്ന മണി പവറും മസിൽ പവറും ഉള്ളവർക്ക് ചാഞ്ഞു നിന്ന് കൊടുക്കുന്ന, വിധേയപ്പെട്ട് നിൽക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. ഇത് കേവലം ദക്ഷിണ കന്നഡ ജില്ലയിലെ വൈത്തങ്കടി താലൂക്കിലെ ധർമ്മസ്ഥലയോ അതിന് ചുറ്റിപ്പറ്റിയുള്ള 4000 ഏക്കർ ഭൂമിയുടെയോ മാത്രം പ്രശ്നമല്ല. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. പ്രധാനമായും കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മലബാറിൽ നിന്നൊക്കെ ധാരാളം തീർത്ഥാടകർ മൂകാംബിക ഉൾപ്പെടെ, ധർമ്മസ്ഥല ഉൾപ്പെടെ, ഉടുപ്പി ഉൾപ്പെടെ പോയി ആ ക്ഷേത്രങ്ങളിലെല്ലാം സന്ദർശിച്ച് ആയിരക്കണക്കിന് ആളുകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ദിനേന എന്നോണം എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ്. ആ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പവിത്രതയും അതിൽ ജനങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന അതിന്റെ ദിവ്യത്വവും ഒക്കെ നിലനിർത്തേണ്ടത് ഏത് ഭക്തന്റെയും, ഏത് ദേശീയവാദിയുടെയും, ഏത് സാധാരണക്കാരനായ മനുഷ്യന്റെയും, ഏത് പൗരന്റെയും ആവശ്യമാണ്, ഏത് വിശ്വാസിയുടെയും ആവശ്യമാണ്. അതിനാണ് യഥാർത്ഥത്തിൽ ഇവിടെ വലിയ തോതിൽ കോട്ടം വന്നിരിക്കുന്നത്. ഈ പറയുന്ന ക്ഷേത്രവുമായി അതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ അതിൽ വലിയ തോതിൽ ഉത്തരവാദിത്വം ആ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടത്തിനുണ്ട്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യം ഉയർന്നിട്ട് അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. നമ്മൾ ഓർത്തു നോക്കണം, 3-ാം തീയതി ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തുന്നു, 4-ാം തീയതി FIR ഫയൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് കണ്ടിട്ടാണല്ലോ പോലീസ് FIR ഇടുന്നത്. നേരത്തെ ഇതേപോലെ അനന്യ ഭട്ടിന്റെ അമ്മ
ഒരു CBI ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എന്നുള്ള നിലയിൽ സ്റ്റെനോഗ്രാഫറായി വർക്ക് ചെയ്യുന്ന അവർ ഒരു പരാതിയുമായി ബൈത്തങ്ങടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആ പരാതി സ്വീകരിക്കാൻ പോലും വൈമുഖ്യം കാണിച്ച ഭരണ സംവിധാനം, പോലീസ് സംവിധാനമുള്ള സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്തു 4-ാം തീയതി, ജൂലൈ 4-ാം തീയതി. പക്ഷേ 11-ാം തീയതി കോടതിയിൽ പോയി ഒരു മൊഴി കൊടുക്കേണ്ട 183 സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിയായ സാക്ഷിയായി വന്ന മനുഷ്യന് പോകേണ്ടി വന്നു. അത് മാത്രമാണോ? ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് 20-ാം തീയതി 19-ാം തീയതിയാണ്. ഇതുവരെയും ഞാൻ കാണിച്ചു തരാം ആ മണ്ണ്, ഞാൻ കുടിച്ചിട്ട മണ്ണ് കാണിച്ചു തരാം, എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ആ ഓരോ മൃതശരീരത്തെയും എവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്, അത് കാണിച്ചു തരാൻ കഴിയും എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ആ സാക്ഷി 1 മണിക്കൂർ നേരം ആ സ്ഥലത്ത് ചെന്ന് നിന്നിട്ട് പോലും പോലീസ് ഒന്ന് നോക്കുകയോ അയാളെ കാണുകയോ അയാൾ ചൂണ്ടിക്കാണിക്കുന്നിടത്തേക്ക് പോയി ആ മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയോ ചെയ്തില്ല. ആ പ്രദേശം തന്നെ ഇത് നിയന്ത്രിതമായ പ്രദേശമാണ് എന്ന തരത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിലാക്കാനോ കൺട്രോളിലാക്കാനോ കഴിഞ്ഞിട്ടില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആ മനുഷ്യൻ കോടതിയിൽ പറഞ്ഞു, എനിക്ക് സുരക്ഷിതത്വം വേണം, എന്റെ ഏത് സമയവും ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കും, അതുകൊണ്ട് തന്നെ എനിക്ക് സുരക്ഷിതത്വം ആവശ്യമാണ് എന്ന് കോടതിയോട് പറയുകയും കോടതി അത് അനുവദിക്കുകയും പോലീസിനോട് സുരക്ഷിതത്വം അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് ഒടുവിൽ ഇന്നലെ മിനിയാന്ന് അവിടുത്തെ SP പോലീസ് ഉദ്യോഗസ്ഥർ കൈമലർത്തുകയാണ്. അയാളെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അയാളെ ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ സുരക്ഷ കൊടുക്കാൻ കഴിയില്ല എന്ന രീതിയിലൊക്കെയാണ് പോകുന്നത്. ഈ പറയുന്ന ആക്ഷൻ കമ്മിറ്റി ജനങ്ങളുടെ പ്രതിഷേധം വൈകിയാണെങ്കിലും ഉയർന്നു വന്നിട്ടുള്ള ജനരോഷം അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പ്രതികരണ ശേഷി, അതിന്റെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന കേസിനെ സഹായിക്കുന്ന തരത്തിൽ അഭിഭാഷകരുടെ ഒരു സമൂഹം ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ശരിയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഇത് എങ്ങും എത്തുമായിരുന്നില്ല, ഇത്രയും പോലും എത്തുമായിരുന്നില്ല. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ് ആ സ്ഥലത്തിന്റെ ഒരു ദുരൂഹത. അവിടെയാണ് ഈ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഈ സാക്ഷിമൊഴി വന്നിട്ടുള്ളത്. ഒരു തലയോട്ടി കണ്ടെടുത്തിരുന്നു, അതിന്റെ ദൃശ്യമാണ് കണ്ടത്. ബൈജു, ഈ